Hello friends, welcome to the channel. Now, already you thumbnail HDFC Bank credit card കിട്ടുന്ന സ്ഥിര ഒരു പണിയാണ് ഇതിട്ട്. അപ്പോൾ നമ്മുടെ ഉണ്ട് HDFC നമ്മുടെ മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡ് ഞാനിപ്പോൾ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ HDFC മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ HDFC കാർഡിൻ്റെ മെയിൻ പ്രോബ്ലം ആണ് ഇവരുടെ സിബിൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് ഇവരുടെ ഈ സിബിൽ റിപ്പോർട്ടിങ്ങിൻ്റെ മെയിൻ ഇഷ്യൂ കൊണ്ട് നമ്മുടെ സിബിൽ സ്കോർ കുറയാനും അതുപോലെ തന്നെ നല്ലോണം കുറയാനുള്ള ചാൻസും ഭയങ്കര കൂടുതലുണ്ട്. എന്താ വെച്ചാൽ ഒരു 99% ആൾക്കാരെ ക്രെഡിറ്റ് കാർഡിൻ്റെ HDFC ക്രെഡിറ്റ് കാർഡ് എടുത്തവർക്കും ഇവരുടെ റിപ്പോർട്ടിങ് ഇഷ്യൂ കാരണം ഭയങ്കര ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും സിബിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോറാണ്. സിബിൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഒരു ക്രെഡിറ്റ് സ്കോർ ബ്യൂറോ ആണ്. നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു മെയിൻ ക്രെഡിറ്റ് സ്കോർ ബ്യൂറോ എന്ന് വേണമെങ്കിൽ പറയാം സിബിൽ. അതുപോലെ തന്നെ എക്സ്പീരിയ ബ്യൂറോ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ക്രിഫ് ഉണ്ട്. അങ്ങനെ 4 ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ സിബിലാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുമ്പോൾ അതിനല്ലാതെ നമുക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന സംഭവം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് മനസ്സിലാൻ വേണ്ടി നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു 10,000 കിട്ടിയെന്ന് വരിക. അപ്പോൾ അതിന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടോട്ടൽ ലിമിറ്റ് കിട്ടിയത് നമ്മൾ 30 to 40% നമ്മൾ മന്ത്ലി ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അതിന് മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന സംഭവം ഉണ്ട്, അത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ കുറയും. അപ്പോൾ ഇത് 30% താഴെയോ അല്ലെങ്കിൽ 30 to 40 ആയാലും അത്രയ്ക്ക് അങ്ങോട്ട് കുഴപ്പമില്ല. 30 അല്ലെങ്കിൽ 30 താഴെ വരികയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് ഭയങ്കര സിബിൽ സ്കോറിന് നല്ലതാണ്. നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഭയങ്കര ഒരു പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ലിമിറ്റ് നമുക്ക് കിട്ടിക്കുന്നത് 10,000 ആണെങ്കിൽ അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ എത്രയാണ് 3,000. ഇപ്പം 3,000 to 4,000 എടുക്കുക. എന്താ വെച്ചാൽ 30 to 40% എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നോർമൽ നമ്മുടെ ഇപ്പോൾ ഒരു വേറൊരു ICICI ബാങ്കിൻ്റെ കാര്യം പറയാം. അപ്പോൾ എൻ്റെ HDFC ബാങ്കിൻ്റെ കാർഡുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ICICI ബാങ്കിൻ്റെ കാർഡുണ്ട്, HDFCയുടെ കാർഡുണ്ട്. രണ്ടിലും എനിക്ക് 10,000 ലിമിറ്റാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു 5,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഒരു റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ സിബിലേക്ക്. അപ്പോൾ അതുവരെ വെയിറ്റിംഗ് പീരീഡിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5,000 നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലിമിറ്റിൽ നിന്ന് 5,000 പോയി. അപ്പോൾ ഇങ്ങനെ യൂട്ടിലൈസേഷൻ റേഷ്യോ വരിക 50% വരിക. അപ്പോൾ ഇതേ സെയിം തന്നെ നമ്മുടെ HDFC കാർഡ് ഉപയോഗിച്ചും ചെയ്തു. അതിലും നമുക്ക് 10,000 5,000 ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിലും 50% വരിക. പക്ഷേ ഇത് റിപ്പോർട്ടാവും. നമുക്ക് ഒരു 3-4 മാസം കഴിഞ്ഞിരിക്കുക. ഇത് റിപ്പോർട്ടാവും, നമ്മുടെ സിബിലേക്ക് റിപ്പോർട്ടാവും. HDFC എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? നമ്മൾ ഉപയോഗിച്ച യൂട്ടിലൈസേഷൻ, അത് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും ഹയസ്റ്റ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ 5,000 ആണ് മാക്സിമം ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 3-4 മാസത്തിൽ 5,000 എമൗണ്ടാണ് ടോട്ടൽ ലിമിറ്റായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുക. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പണി എന്ന് പറയുന്നത്. നമുക്കുള്ള പണി, അവർക്കുള്ളതല്ല. ഇപ്പോൾ ICICI ആകുമ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് 10,000 ആണ്, അതാണ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് പിന്നെ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ എന്നിട്ടാണല്ലോ സിബിൽ നമ്മുടെ യൂട്ടിലൈസേഷൻ നോക്കുക. അപ്പോൾ ICICIയുടെ നോക്കുമ്പോൾ നമ്മുടെ 10,000-ൽ 5,000 ഉപയോഗിച്ചു. അപ്പോൾ 50% യൂട്ടിലൈസേഷൻ വന്നു. എന്തായാലും ബാഡ് തന്നെയാണ്, ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. 50, അപ്പോൾ 50% യൂട്ടിലൈസേഷൻ വന്നു. HDFCയുടെ നോക്കുകയാണ്. HDFC അവർ റിപ്പോർട്ട് ചെയ്യുന്നത് 5,000 ലിമിറ്റാണ്. യൂട്ടിലൈസേഷൻ നോക്കുമ്പോൾ 5,000 തന്നെ. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 5,000 ആയി. അതായത് 100% യൂട്ടിലൈസേഷൻ വന്നു. 100% യൂട്ടിലൈസേഷൻ വന്ന സിബിൽ സ്കോർ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊന്നും നല്ല ഇഷ്യൂ ആണ്. HDFCയുടെ സൈഡിൽ നിന്ന് മിക്ക റിപ്പോർട്ടിങ്, ഒരു 99% റിപ്പോർട്ടിങ്ങും ഇങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലിമിറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ലിമിറ്റിൽ നിന്നാണ് അവർ ടോട്ടൽ ലിമിറ്റായിട്ട് നമ്മുടെ സിബിലിനെ റിപ്പോർട്ട് ചെയ്യുക. ഇത് HDFCയുടെ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു പണി തരുന്നതാണ് എനിക്ക് ആക്ച്വലി കസ്റ്റമേഴ്സിന്. എന്താ വെച്ചാൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഒരു മാറ്റി കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് കുറേ പേരെ വിചാരം ശരിക്കും ആക്ച്വലി ക്രെഡിറ്റ് കാർഡിൻ്റെ ഹയസ്റ്റ് ലിമിറ്റാണ് ശരിക്കും റിപ്പോർട്ട് ചെയ്യാന്നാണ്. അങ്ങനെയല്ല ശരിക്കും റിപ്പോർട്ട് ചെയ്യുക. ശരിക്കും നമുക്ക് കിട്ടിക്കുന്ന ലിമിറ്റാണ് ടോട്ടൽ ലിമിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കോർ ജനറേറ്റ് ചെയ്യുന്നത് ഫുൾ മാറും. ഇത് ആക്ച്വലി എന്താ പറയുക HDFCയുടെ സൈഡിൽ നിന്ന് വരുന്ന ഭയങ്കര ഒരു മിസ്റ്റേക്കാനായിട്ട് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഇത് സ്ഥിരം പരിപാടിയാണ് വരുന്നത്. അപ്പോൾ HDFC കാർഡ് ഉപയോഗിക്കുന്ന ഒരു പണി കേട്ടിട്ടാ ഞാൻ ആക്ച്വലി എൻ്റെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് നമ്മുടെ ഇതിന് അൺബോക്സിംഗ് കാർഡിലൊക്കെ കാണിച്ചിട്ടുണ്ട് മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡിൻ്റെ. അപ്പോൾ എൻ്റെ അതിൽ ഇപ്പോൾ തന്നെയാണ് ഞാൻ വേറെ ATMൻ്റെ HDFC എടുത്തിട്ടില്ല. അത് ഭയങ്കര വേസ്റ്റ്. പിന്നെ ഓരോത്തന്നെ ഒരു HDFCയുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ കുറേ പുലിവാലി പിടിച്ചിട്ട് മാറ്റിയത് റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ HDFC കാർഡ് ഉപയോഗിക്കുന്ന ആരാണെങ്കിൽ നിങ്ങളുടെ സിബിലേക്ക് നിങ്ങൾ എടുത്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അത് എടുത്ത് നോക്കിയത് മാത്രമല്ല അത് മാറ്റാനും ശ്രമിക്കുക. അതായത് സിബിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം കസ്റ്റമർ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അതൊക്കെ മാറ്റി തരാനാണ് പറയുക. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലാണ് നമ്മൾ RBIനെ കോൺടാക്ട് ചെയ്യുന്നത്, സിബിലിനെ കോൺടാക്ട് ചെയ്യുന്നതൊക്കെ കേട്ടോ.
അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് കുറച്ച് പണിയാണ്, അത്ര എളുപ്പമൊന്നുമല്ല. കുറച്ച് തിരിഞ്ഞും പറഞ്ഞും കുറേ ടൈം എടുക്കും സംഭവം, കുറേ മെയിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ എനിക്കതിനെ ഓൾമോസ്റ്റ് 2 മാസം പിടിച്ചിട്ട് സംഭവം ചേഞ്ച് ആയി കിട്ടിയത്. അപ്പോൾ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഈ ന്യൂസും ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.